പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 30-ന് നാഗ്പൂർ സന്ദർശിക്കാൻ ഇരിക്കുകയാണ്. നാഗ്പൂരിൽ നടക്കുന്ന വർഷപ്രതിപദ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മാധവ് നേത്രാലയത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് തന്നെ നടക്കും. RSS ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ഹെഡ്ഗേവാർ സ്മൃതി മന്ദിരവും സന്ദർശിക്കും. ഗൗതം അനന്തനാരായൺ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. അനു, ഈ മാസം 30-ാം തീയതിയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലേക്ക് എത്തുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള രാജ്യം ഉറ്റുനോക്കുന്ന ഒരു യാത്രയാകും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നാഗ്പൂർ നമുക്കറിയാം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേന്ദ്ര കാര്യാലയം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ സംഘം രൂപപ്പെട്ട സ്ഥലമാണ് നാഗ്പൂർ എന്നുള്ളത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും സുപ്രധാനമായത്, ഇന്ന് അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന വളരെ നിർണായകമായ ഒരു പദവിയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം RSS ആണെന്നും RSSൻ്റെ ശാഖകളിലൂടെയാണ് താൻ രൂപപ്പെട്ടത് എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിനകത്തും RSS ആണ് തന്നെ ഒരു ദേശീയ പുരുഷനായി രൂപപ്പെടുത്തിയത് എന്ന കാര്യം ഒരിക്കൽ കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSൻ്റെ പ്രചാരകനാണ്. നമുക്കറിയാം അദ്ദേഹം പൊതുപ്രവർത്തന രംഗങ്ങളിലേക്ക് കടക്കുന്നത് തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ RSSൻ്റെ ബാലശാഖയിലെത്തുകയും അതിനുശേഷം പിന്നീട് RSSൻ്റെ മുഴുവൻ സമയ പ്രചാരകമായി മാറുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. സംഭാഗ് പ്രചാരകായും വഡോദര വിഭാഗ് പ്രചാരകായും ഒക്കെ അദ്ദേഹം 1987-ൽ BJPയുടെ ചുമതലയിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ അദ്ദേഹം RSSൻ്റെ പ്രചാരകമായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുകയും മുഴുവൻ സമയം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള RSSൻ്റെ പ്രചാരകമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാഗ്പൂരിലേക്ക് എത്താൻ പോകുന്നത്. അവിടെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി അദ്ദേഹം മണിക്കൂറുകളോളം വേദി പങ്കിടും. ഒരു പൊതുപരിപാടിയുടെ ഉദ്ഘാടനമുണ്ട്. അതുകൂടാതെ RSSൻ്റെ കാര്യാലയത്തിൽ എത്തുകയും സംഘത്തിൻ്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മന്ദിരം സന്ദർശിക്കുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും. മാത്രമല്ല, മറ്റ് പരിപാടികൾ, അതായത് വർഷപ്രതിപദയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. കാരണം വർഷപ്രതിപദ എന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ ജന്മദിനം എന്ന നിലയ്ക്കാണ് ശാഖയിൽ ആഘോഷിക്കുന്നത്. മാത്രമല്ല, വർഷപ്രതിപദ RSSനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട 6 ഉത്സവങ്ങളിൽ ഒന്നാണ്. അതായത് ഒരു വർഷത്തിൽ വർഷപ്രതിപദ, അതോടൊപ്പം തന്നെ ഹിന്ദു സാമ്രാജ്യ ദിനം, ഗുരുദക്ഷിണ, അതുപോലെ തന്നെ രക്ഷാബന്ധൻ, വിജയദശമി, മകരസംക്രാന്തി, അങ്ങനെ 6 ഉത്സവങ്ങളാണ് പൊതുവെ RSSൻ്റെ ലക്ഷക്കണക്കിന് ശാഖകളിൽ ആചരിക്കുന്നത്. അതിലേറ്റവും സുപ്രധാനമായ ഒരു ഉത്സവമാണ് ഈ വർഷപ്രതിപദ. അങ്ങനെയുള്ള വർഷപ്രതിപദയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നതാണ് വളരെ സുപ്രധാനമാകുന്നത്. അതിനാൽ ഈ മാസം 30-ാം തീയതി ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നാഗ്പൂരിലേക്ക് നടത്തുന്ന ഈ യാത്ര, അദ്ദേഹത്തിൻ്റെ RSS കാര്യാലയത്തിൽ അദ്ദേഹം ചെലവഴിക്കുന്ന സമയങ്ങൾ, RSSൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി നടത്തുന്ന ചർച്ചകൾ, ഇതെല്ലാം ലോകമുറ്റുനോക്കും, രാഷ്ട്രമുറ്റുനോക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിനമായി മാർച്ച് 30 നമ്മുടെ രാജ്യത്ത് അടയാളപ്പെടുത്തും എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അനു, ശരി ഗൗതം.